ഇതൊരു ബിരിയാണിക്കടാണ്. ഇവിടെയൊക്കെ ബിരിയാണിൻ്റെ ചെമ്പ് വയ്ക്കണം. നല്ല രസമുണ്ട് കളനി റോഡ് സൈഡിൽ, നല്ല രസമുണ്ട്. ഹോട്ടലിലല്ലാതെ ഇത് ഇവിടുന്ന് ബിരിയാണി കൊടുക്കുന്ന കട. അതിൻ്റെ അപ്പുറത്തോടാ ഒന്നുകൂടെ അത് അപ്പുറത്ത് നോക്കിയാൽ അതിൻ്റെ ചെമ്പ് കാണാൻ രസം അല്ലേ. ബിരിയാണി ചെമ്പ് ഒരു വേറെ തന്നെ തരത്തിൽ, ഒരു വേറൊരു മോഡൽ ചെമ്പ് ഉണ്ടാക്കിയ ചോല. ഇത് ഹെയർപിന് വളവാണ്. വളവിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ എന്ത് സംഭവം ഒരു ഐഡിയ കിട്ടില്ല. അടിപൊളിയായ സംഭവം കേട്ടോ. ഒരു മെട്രോ സ്റ്റേഷനൊക്കെ റെയിൽവേ സ്റ്റേഷനൊക്കെ മാതിരി എന്തുകൊണ്ട് സംഭവം ഇതിനുള്ളിൽ വലത്ത് ഭാഗത്ത് എന്താണ് പാർക്കിംഗ് ആണ് സംഭവം. പാർക്കിംഗ് സൗകര്യമാണ്. അതിൻ്റെ ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ, എന്താണ് മുനിസിപ്പൽ പോസ്റ്റ് കോളേജ്. അതങ്ങനെ പോകുമ്പോൾ പൊട്ടി പിടിച്ചാൽ ലെഫ്റ്റിലേക്കല്ലേ. ഇതൊരു കാർ പാർക്കിംഗ് ആണ്. വണ്ടി പാർക്കിങ്ങിന്റെ ഒരു ഇതാണ്. കാർ ലെവലിൽ 3 ലെയറായിട്ട് 3 ഫ്ലോറായിട്ട് പാർക്കിംഗ് ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു വളവിലാണ്, അതായത് ഒരു എയർപിൻ വളവിലാണ് സംഗതി ഉള്ളത്. നമ്മൾ ഈ ഇതിലേക്ക് മേലെ കയറുന്ന എയർപിൻ വളവിലാണ് അങ്ങനെ സംഗതി ഉണ്ടാക്കി. അതൊരു സംഭവം, ഒരു പുതിയൊരു കാഴ്ചയാണ് എനിക്കുള്ളത്, ഒരു പുതിയൊരു അനുഭവം. അടിപൊളിയായിരിക്കും സംഭവം. ആ കാർ പാർക്കിന്റെ ആൾക്കാർക്ക് വ്യൂ പോയിന്റിലൊക്കെ പോകണമെങ്കിൽ വണ്ടിയുടെ പാർക്ക് ചെയ്യാം. റോഡ് സൈഡിൽ പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ടും കുറച്ചൊക്കെ റോഡ് സൈഡിൽ ആൾക്കാർ പാർക്ക് ചെയ്ത് ചിലപ്പോൾ പാർക്കിംഗ് ഫീ കൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഭാഗത്തൊക്കെ. പക്ഷെ അത് നല്ലൊരു പരിപാടി അവിടെ ചെയ്തത്. കുട്ടികളെ കൊടുക്കും തൊട്ടപ്പുറത്ത് സ്കൂളാണ്. 2 സൈഡിൽ ഇപ്പോൾ വണ്ടി ബൈക്കൊക്കെ പാർക്ക് ചെയ്തത്. ഇപ്പോൾ മസൂര് ടൗണിലാണ് നമ്മൾ എത്തിക്കണേ. സമുദ്രമായിട്ടൊന്നും 6170 ഫീറ്റ് മേലെ ഇപ്പം നമ്മളുള്ളത്. വലത്ത് ഭാഗത്തുള്ളത് ഒരു സ്കൂളാണ്. സ്കൂള് വിട്ട സമയം തന്നെ കുട്ടികളൊക്കെ 4 വഴിക്ക് പോകുന്നുണ്ട്. ഇപ്പം അങ്ങോട്ടാണ് പോകണ്ടേ, ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇത് മസൂര് ടൗണാണ്. ചെറിയൊരു ടൗൺ, ഒരു ജംഗ്ഷനുമായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പോലെ നല്ല ഹോട്ടൽ. ഓക്കെ, റൂട്ട് കറക്റ്റ് അല്ലേ? ഗൂഗിൾ മാപ്പ് ചതിക്കല്ലേ? ഓക്കെ, റെഡിയാണ്. തെറ്റി നമ്മളപ്പുറത്തെ റൂട്ടിലാണ് പോണ്ടി. കുറച്ചിട്ട് വരാൻ കഴിയുമോ? ഇല്ല, ഇത് 700 മീറ്ററിൽ പോയിട്ട് വിളിക്കാൻ കാണിക്കുന്നുണ്ട്. ഇതിൽ പോകാം നമുക്ക്, കുഴപ്പമില്ല. ഷാർപ്പ് ഇറക്കാൻ കേട്ടോ. നല്ല കയറ്റം, ചെറിയ വഴികളാണ്. നല്ല രസമുണ്ട്. കാടുകളിൽ പോകാൻ നല്ല അടിപൊളിയാണ്. സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും നമ്മൾ വണ്ടിയാണ് കടത്തി വിടില്ല. അവിടെ കുറേ നിർത്തിയിട്ട് നമ്മൾ എത്ര 4-5 കിലോമീറ്റർ നടക്കേണ്ടി വരില്ലേ. ഇത് പോകുന്നില്ല. നല്ല നമുക്ക് 12 കിലോമീറ്റർ വണ്ടി വളരെ വഴിയൊക്കെ ഉണ്ടാക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു ഓടണമെന്നുള്ളൂ. ഷാർപ്പ് റോഡാണ്, പിന്നെ അത് നേരമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്ന് ഹിൽസിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി ചെയ്താൽ ഈസിയാണ്. ഹിൽസിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫീൽഡ് ചെയ്യരുത്. ഹിൽസിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ഡ്രൈവിംഗ് ആണ്. അത് ഞാനൊക്കെ ഊട്ടിയിൽ നിന്നാണ് ഡ്രൈവിംഗ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഹിൽസിൽ അത് ചെയ്തുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഒരിക്കലും നമ്മൾ ഇവിടുന്ന് ഒരു എന്താ പറയുക, കയറ്റം കയറുന്ന വണ്ടിക്ക് അല്ലെങ്കിൽ കയറ്റം കയറണമെങ്കിൽ ഇറങ്ങുകയാണെങ്കിലൊക്കെ നമ്മൾ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ വേറെ വണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സൈഡാക്കി കൊടുത്തേ പറ്റില്ല. നമ്മൾ മുന്നോട്ട് പോയിട്ട് സൈഡാക്കണം അങ്ങനത്തെ ഒരു ചിന്താഗതി കാര്യങ്ങളൊന്നും ഒരിക്കലും ഹിൽസ് ഏരിയയിൽ വെക്കാൻ പാടില്ല. അടിപൊളി റോഡ് കേട്ടോ. സൈഡിലേക്ക് നല്ല ഇത് കെട്ടി വ്യൂ പോയിൻ്റാണ്. പക്ഷേ നല്ലൊരു എന്താ പറയുക, ഗ്രില്ലൊക്കെ വെച്ച് നല്ല കെട്ടിയിട്ട് അങ്ങോട്ട് അത്രയും സെക്യൂറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പാർക്കിംഗ് ഏരിയ ആണുണ്ട്. നേരെ പോകാം താഴേക്ക്.
આપણે તો બીક લાગે કે આપણે എനിക്കിങ്ങനത്തെ അഡ്വഞ്ചറൊന്നും പറ്റില്ലേ, ഇങ്ങനെ സ്റ്റൈലെങ്കിലും എനിക്ക് നല്ല പേടിയാണ്. എന്താല്ലേ സിംഗിൾ ലൈന് 500 റുപ്യയും പിന്നെ കപ്പിളായിട്ട് പോകാൻ 700 ആണ് പറഞ്ഞത്. ഞാനില്ല, ഞാൻ ആ ബൈക്കേ ഇങ്ങനത്തെ ബൈക്കും കയറാൻ പറ്റില്ല. നമുക്ക് വാട്ടർ പ്രോസിന് അങ്ങോട്ട് വെക്കാം, അതല്ലേ. എനിക്കത് നടക്കില്ല, അത് മറ്റേ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം വെച്ചാൽ സിംഗിളിന് 500, പിന്നെ ഒറ്റ ലൈൻ ഇവിടുന്ന് അവിടെ പോകാൻ. പിന്നെ രണ്ടാമത്തത് കപ്പിളായിട്ട് പോകണമെങ്കിൽ 700. പിന്നെ വേറെ 800 വേറെ സിസ്റ്റം കൂടെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു ധൈര്യം ഉണ്ടല്ലോ, എല്ലാം മലക്കരുത്ത് നല്ല ധൈര്യം വേണം. അടിപൊളി സംഭവം. പക്ഷേ എനിക്ക് പേടിയാ, എനിക്ക് ഉയരത്തിലേക്ക് കയറുന്നവരെ പേടിച്ചുകൊണ്ടാണ് പോകുന്നത്. മസൂരിയുള്ള വാട്ടർഫോൾസിലെത്തി. അപ്പോൾ നല്ല രസമുണ്ട്, ക്ലൈമറ്റ് നല്ല തണുപ്പാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്താക്കുക അങ്ങോട്ട് വെള്ളത്തിൽ അങ്ങോട്ട് പോയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാണ്. റെസ്റ്റോറൻറ്റിൽ ഈ വ്യൂ ഉണ്ട്, നല്ല രസമായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. അടിപൊളിയല്ലേ, നല്ല രസമായി. ഫുള്ള് ക്ലിയർ ആവുന്നതല്ല, ഫുള്ള് മഞ്ഞ് വണ്ടിയൊക്കെ മേലെ പാർക്ക് ചെയ്ത് വേറെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമായി. എനിക്കെപ്പോഴും സംശയം തോന്നിയതാണ് നമ്മളെ ഇന്ത്യൻ്റെ കൊടി ശരിക്കും നമ്മൾ മറ്റേ 5 മണിയാകുമ്പോഴത്തേനും ഊരണം എന്നല്ലേ. നാട്ടിലൊക്കെ ശരിക്കും ഭയങ്കര ഇഷ്യൂ. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിരിക്കണേ ഇങ്ങനെ ഊരാതെ 5 മണിയായാലും 6 മണിയായാലും ഊരാതെ സ്ലാബ്. അതെന്തുകൊണ്ടങ്ങനെ? കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആ നിയമം. വണ്ടി പോണെങ്കിൽ നമ്മളതിലെ വന്നിട്ടോ, അതിൻ്റെ മേലെ നടന്നു ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നിട്ട് വന്നു. നമ്മളിങ്ങനെ കറങ്ങി വന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയത്. മുന്നേ ഇഞ്ഞെന്ത് കഴിക്കുന്നത്? ഞാൻ വെജ് ബിരിയാണി പറഞ്ഞേ. ഇഞ്ഞെന്ത് കഴിക്കുന്നത്? ഞാൻ വെജ് ബിരിയാണി പറഞ്ഞേ. അനക്കെന്തുകൊണ്ടേ ഫുഡ്? ഞാൻ വെജ് ബിരിയാണി അറിയാം. അനക്കെന്തുകൊണ്ടേ വെജ് ബിരിയാണി ആണല്ലോ, റൊട്ടി ചപ്പാത്തി അങ്ങനെ തോന്നോ? റൈസ് അയച്ചല്ലേ വെജ് ബിരിയാണി അയ്യാ? वेज भैया भैया वेज बिरयानी 2 करो। और मेरे को चाय पहले दे दो, आगे आगे चाय ना 2 चाय 2 छाछ पहले दें और 2 वेज बिरयानी। वो कस्टमर बाहर खड़े हैं। ओके प्लेट 3 दे दो. അങ്ങനെ വെജ് ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് ഉറപ്പ് സൈഡിൽ പോയേക്കാം. പ്ലേറ്റൊക്കെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് കഴിച്ചിട്ടില്ലേ? എന്നാൽ പ്ലേറ്റ് കഴിച്ചിട്ട് കുറേ കാലമായില്ല അല്ലേ? ഇപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ പണ്ടൊക്കെ നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇത് വരില്ല, അങ്ങനെ റൗണ്ടില്ല അല്ലേ? ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ ബിരിയാണി വരുന്നുണ്ട്. ഞാനൊന്ന് 2 കഴിച്ചിട്ട് പറഞ്ഞത് 2 വാങ്ങിയാൽ चाय बनवानी। हाँ सर, ये इसके साथ है? नो सर, छाछ अलग से बोलिए। छाछ नहीं, चाय बोलिए। सॉरी कोई नहीं सर, ले लो आप। ये क्या है? छाछ है सर, किलो आपको। मतलब कैसे है? मट्ठा की उसकी दही की होती सर ये। अच्छा ये फ्री है अभी? ഒരു ഇതെന്തൊരു ഓരോ സാധനം തോന്നി ശാസ്ത്ര. ഞാൻ ചായ പറഞ്ഞത് ഇപ്പം ഒരു കൊണ്ടുവന്ന് മാറി കഴിഞ്ഞു. പക്ഷെ ഇതിപ്പോൾ ഫ്രീയായിട്ട് തരാൻ അറിയാം, കുറിച്ച് തുടങ്ങുന്നു. ചായന് പറഞ്ഞത് പക്ഷെ ഒരു ശാസ്ത്രം കരുതി ഈ സാധനം കൊണ്ടുവന്നു. അപ്പോൾ ഈ സാധനം എന്താണെന്നുള്ള അറിയില്ല. അപ്പോൾ ഞാൻ കുടിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ തൈരിൽ വെള്ളം വെച്ചാൽ അത് മോരുമല്ല തൈരുമല്ല എന്നുള്ളത് ഒരു സാധനമാണ്. പക്ഷേ പൈസ കൊടുത്ത് വാങ്ങാൻ നന്നായി. എന്നുവെച്ചാൽ ഈ വെള്ളം കൂടുതലിട്ടിരിക്കണം. നമ്മളൊരു വെള്ളത്തിന് ബദലിൽ കുടിക്കപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണത്തിനിപ്പോൾ വെള്ളത്തിൽ 2 വെജ് ബിരിയാണിയാണ് പറഞ്ഞത്. ഞാൻ 3 കഴിക്കാൻ ശേഷം പുള്ളിക്ക് അത്ര നല്ല കുറവാണ്. പക്ഷേ വെജ് ബിരിയാണി ഇവിടുന്ന് കഴിക്കുമ്പോൾ അത് നല്ല അടിപൊളിയാക്കി. ഒന്നും പറയണ്ട, വെജിറ്റേറിയന് ഇവിടുന്ന് കഴിക്കുമ്പോൾ ഒരു വേറെ തന്നെ ടേസ്റ്റ് കഴിക്കുന്നതാണ്. ഇല്ലേ പറ്റിയാ?
കേട്ടോ വേറെ വെജിറ്റബിൾ ബിരിയാണി നല്ല രസമാണ് വെച്ചതൊക്കെ അതിങ്ങനെ ചൂടാക്കിയത് ഒരു പീസ് ഉണ്ടായിരുന്നു അതാണ് വെജിറ്റബിൾ ബിരിയാണി തക്കാളി ഉണ്ടല്ലോ ഇത് നോക്കട്ടെ നമുക്ക് സ്പൂണാക്കി സോൾട്ട് കുറച്ച് കുറവാണ് പിന്നെ അതുമാതിരി ഓയിൽ കൂടുതലാണ് അതുകൊണ്ട് ഇവരുടെ ഭക്ഷണത്തിൽ കുറച്ച് ഓയിൽ കുറച്ച് കൂടുതലാണ് നമ്മൾ പാകിസ്ഥാൻ്റെ ഒക്കെ ഭക്ഷണമായില്ല ഓയിൽ കൂടുതൽ അതേണ്ട ഒന്ന് ഓസ്ട്രേലിയ പങ്കുചെയ്യും ഒത്തിരി ഭക്ഷണം കഴിച്ച് പോകുന്നത് കുറേ പറഞ്ഞാൽ എന്തായാലും നമുക്ക് കണ്ടിട്ട് ഇവിടെ വാട്ടർ ഫോൾസ് കണ്ടിട്ട് വന്നു അങ്ങനെ ഇപ്പോൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെ ദിവസത്തിന് വീട്ടിൽ ഫുഡ് സെറ്റാക്കി അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നോട്ട് തന്നെ പറഞ്ഞു 6 മണിക്കൂർ പോകാം ഞാൻ ഉച്ചയുടെ ഫുഡിലൊക്കെ കഴിച്ചാൽ രാത്രി അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല പ്രകൃതി അത് കാണാൻ ഒരു രക്ഷയില്ല അടിപൊളി അതിൻ്റെ മേലക്കൊക്കെ ഇതേമാതിരി കാഴ്ച ഉണ്ടാവും അല്ലേ മുന്ന കുറേ കാലമായിട്ട് വീഡിയോയിലും യൂട്യൂബിലൊക്കെ കണ്ട കാഴ്ചകളൊക്കെ ഡയറക്റ്റ് കണ്ടു ഭയങ്കര ഒരു മാനസികാവസ്ഥ ഉണ്ടാവും അപ്പോൾ പറഞ്ഞത് കുറേ ആൾക്കാർ വണ്ടി കയറുന്ന ഉറങ്ങുന്ന ആൾക്കാരുണ്ട് മൊബൈൽ നോക്കിയിട്ട് കയറുന്ന ഉറങ്ങുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത് ആസ്വദിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ ഒട്ടും വല്ല ക്ഷീണം വരില്ല നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല ക്രൗഡുണ്ട് കേട്ടോ നല്ല വണ്ടി ഇതൊക്കെ ഇത്ര ക്ലൈമറ്റ് ഒരു മൂടിക്കെട്ട മഞ്ഞായി നല്ല നല്ല തണുപ്പുണ്ട് ഇപ്പോഴും പങ്കജ് മെസ്സേജ് കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേറെ പോയി അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോകുന്നത് അവിടെ വല്ല ഭക്ഷണം കഴിച്ചിരിക്കണേ അപ്പോൾ നോക്കിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേറെ ബോധമുള്ള മെസ്സേജ് ഇട്ടത് മുന്നേ ഫോണിൽ വാട്സാപ്പിൽ അപ്പോൾ ഞാൻ ഫോണൊക്കെ ബന്ധാക്കിയിട്ടില്ല ഞാൻ ക്യാമറ എൻ്റെ ഫോണിലാണ് ക്യാമറ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് വേറെ ക്യാമറ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ മൈക്കും ഒഴിവാക്കി കേട്ടോ കംപ്ലീറ്റ് മൈക്ക് മറ്റേ 2 മൈക്കുള്ള 2 മൈക്ക് ഒഴിവാക്കി മൈക്ക് യൂസ് ചെയ്യുന്നില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് മൈക്കിന് സൗണ്ട് പോകുന്നതുകൊണ്ട് എന്താവുന്നില്ല മൈക്ക് ഒഴിവാക്കി സൗണ്ടിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു ഈ ഐഫോണിൻ്റെ 34 Pro മറ്റേ ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടണമായി തോന്നുന്നുണ്ട് മൈക്കില്ലാതെ തന്നെ വോയിസ് കുറച്ചും കൂടി ക്ലിയർ ആയി മാതിരി തോന്നുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്ത് നോക്കാം സീസൺ 2 ഇങ്ങനെയല്ല കേട്ടോ സീസൺ 2 നമ്മൾ സിസ്റ്റം കംപ്ലീറ്റ് മാറും എഡിറ്റിങ്ങിൻ്റെ സിസ്റ്റവും വീഡിയോ എടുക്കുന്ന സിസ്റ്റവും നമ്മൾ ട്രാവലിംഗ് സിസ്റ്റവും എല്ലാം മാറും എല്ലാം ഇതൊരു ട്രയൽ മാത്രം പക്ഷേ നമ്മൾ ഫസ്റ്റ് വീഡിയോനെക്കാട്ടി അതായത് ബംഗ്ലാദേശിൽ പോയ ട്രാവൽ വീഡിയോനെക്കാട്ടി കൂടുതൽ കുറച്ചും കൂടി മെച്ചം ഫസ്റ്റ് 1-2 വീഡിയോസ് ചിലപ്പോൾ നമുക്ക് ആ ട്രാവൽ മോശമായി തോന്നുന്നത് കാരണം നമുക്കൊരു അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല കുറേ വർഷങ്ങൾ ശേഷമല്ല വീഡിയോ എടുക്കുന്നത് പക്ഷേ ഇപ്പം കുറച്ച് മാറ്റം വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ എങ്ങനെയാണെന്നുള്ളത് പിന്നെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അതേപോലെ കുറച്ച് ഇസ്രയേലിലൊക്കെ കച്ചവടക്കാരുണ്ട് കംപ്ലീറ്റ് മല കാണാം സ്റ്റെപ്പ് കയറാണ്ട് കുറച്ച് ഫസ്റ്റ് കയറിയ മരുന്നല്ലോ ഇപ്പോൾ ഭക്ഷണത്തിന് കൺട്രോൾ വന്ന് രാവിലെ പറയാൻ വീഡിയോ എടുക്കാൻ നടക്കുന്നത് അപ്പോൾ ബോഡിക്കും അതിന് മാറ്റം വന്നിരിക്കുന്നു ഇവിടാണോ
വാ കസരം പോലല്ല ഒരു ദൂരം കൊണ്ട് വെച്ചതാ പിന്നെ വാ ഞാൻ കയറട്ടാ ഞാൻ ഇവിടെ ഉണ്ടോ കയറണം മേലൊക്കെ ഇനിയുണ്ട് സ്റ്റെപ്പ് നല്ല രസമുണ്ടല്ലേ ചേട്ടാ നല്ല പോസിലല്ലേ വരുന്നില്ലേ വെള്ളം അടിപൊളി ഇത് പ്രത്യേകതല്ല ഇത് അതായത് ഓരോ കെട്ടുകെട്ടായിട്ട് ആ അത് കായും കൊടുക്കണോ അതിന് മുകളിൽ ഇതിലൊക്കെ ഇവര് ഓ കിतना है इसका अंदर जाने के लिए नाने का पैसा नहीं है फ्री है कपड़ों का है हाँ कपड़ा ट्यूब हाँ हाँ कपड़ा मिलता है रहन से हाँ 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 ना दिखते हैं और नहाने का मन है देखिएगा എനിക്ക് കുളിക്കണോ ഒന്നുമില്ല ഇവര് മറ്റേ ഇല്ല കുളിക്കാൻ പൈസ ഒന്നുമില്ല കുളിക്കാനൊക്കെ ഫ്രീ ആണ് അതാ തണുത്ത വെള്ളം കേട്ടോ അടിപൊളി തണുത്ത വെള്ളം പക്ഷേ ഒരു നമ്മളാരും ഡ്രസ്സ് ഇടാതെ മറ്റേ കണക്കാക്കിയിട്ടുണ്ടല്ലോ സ്വിമ്മിങ്ങിനുള്ള അപ്പോൾ അതിനുള്ള ഡ്രസ്സ് ഉണ്ട് ഫ്രീ ആയിട്ട് അല്ല സോറി ഡ്രസ്സ് ഉണ്ട് അതിന് റെൻ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു മാനസ് എന്ത് സ്മെല്ലുണ്ടോ എന്തൊരു സ്മെല്ലുള്ള എനിക്ക് ഇല്ലല്ലേ തണുപ്പുണ്ടല്ലോ നീ അല്ല പറ നടന്ന് പുറത്ത് നോക്കട്ടെ ഇല്ല നല്ലതാണ് ഓ പോ സ്മെല്ല് വേറൊന്നുമാണ് ഞാൻ സ്മെല്ല് കാണും തണുപ്പ് റൈസും കിട്ടുമോ അടിപൊളി തണുപ്പ് ഇതിലൊക്കെ കുടിച്ചാൽ ചിലപ്പോൾ നമ്മൾ മരവിച്ച് പോകുന്നുണ്ട് കുറച്ചുകൂടി മേലെ പോയേക്കാം നമുക്ക് കുറച്ചുകൂടി മേലേക്ക് നോക്കിയാൽ കുറച്ചുകൂടി മേലേക്ക് ഉണ്ട് ആവാ മറ്റുള്ള താഴ്ത്തൊന്ന് കയറാൻ കാണിച്ചാ നല്ല കയറണ്ടല്ലോ ഇതല്ല അത് അടിപൊളി കേട്ടോ എന്തൊരു സ്ഥലേ വെള്ളത്തിന് സൗണ്ടൊക്കെ ഉണ്ടോ എന്ത് രസമാണ് കാണാതെ അടിപൊളിയായിരുന്നു ഈ ഫുള്ള് കാട്ടിനുള്ളിൽ വയ്ക്കാൻ ശരിക്കും ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് ഈസിയാണ് നമുക്ക് കാണാനും ഇത് ഇതാകാൻ ഇതിന് മുകളിൽ കച്ചവടക്കാരൻ വെച്ചിന് നിലവേക്കാം ഇതിങ്ങനെ ഇത് മറ്റേ ഓരോ ഇതിൽ ഇവർ ഇത് വേറെ ഉണ്ടാക്കിയാണ് സംഭവം എനിക്ക് തോന്നുന്നു അങ്ങനെ അത് കോൺക്രീറ്റ് ചെയ്തിട്ട് ബ്ലോക്കാക്കിയിട്ട് ഓരോന്നോരോന്ന് ഉണ്ടാക്കിയാണ് 1 2 3 ഉണ്ട് ഒരു തടാകമായിട്ടാക്കിയിട്ട് പിന്നെ അവിടുന്ന് വെള്ളം മുട്ട് കൊടുക്കുക താഴേക്ക് അതെ ഒരു ഒറിജിനൽ എവിടുന്നാന്നുള്ളത് നമുക്ക് മേലൊക്കെ വെക്കാം ഇതിനെടുത്ത് തന്നെ അവിടെ ഇരുന്ന് ചായ കുടിക്കുക കോഫി അതൊക്കെ ഒരു എന്താ പറയുക ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ ഇങ്ങനെയുണ്ട് മേലൊക്കെ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്മെല്ലൊന്നും നല്ല സ്മെല്ല് മാഗീൻ്റെ ആണ് നല്ല സ്മെല്ല് ഞാൻ താഴത്ത് കഴിക്കേണ്ടി ചെയ്യും ആ താഴത്ത് പാർക്കിങ് ചെയ്തപ്പോൾ ഞാൻ ഭക്ഷണം അയച്ചാൽ അവിടുന്ന് ഫ്രീ ആയിട്ട് പാർക്കിംഗ് കിട്ടും നമുക്ക് 100 രൂപ വാങ്ങി ഇവിടെ ഈടത്ത് പിയുന്നുണ്ട് 2 ടോയ്ലറ്റ് തന്നിട്ടുണ്ട് അല്ല ടോയ്ലറ്റ് അല്ല ചേഞ്ചിങ് റൂമാണ് ഡ്രസ് ചേഞ്ചിങ് റൂമാണ് അപ്പോൾ ആ ചേഞ്ചിങ് റൂമിൽ 1 രൂപ ചോദിക്കുന്നുണ്ട് ലോക്കറ് സാമാനൊക്കെ കുടിക്കണമെങ്കിൽ ലോക്കറിലൊക്കെ നിൽക്കും നല്ല രസമുണ്ട് കേട്ടോ അവിടെ അടിപൊളി ഓ ഓ
എന്താ പറയുക, ഒന്നും പറയില്ല. ഇതിപ്പോൾ 4ാമത്തെ കാണുന്നത്. ഇവിടെ നിന്നോ തടാക കെട്ടിക്കിടത് എന്നാ മേലെ പോവാ, കുറച്ചും കൂടി മേലെ കൊണ്ട് ഒന്ന് പോയേക്കാം. വാ അല്ലേ, അടിപൊളിയല്ലേ, നാച്ചുറലായിട്ട് വരുന്ന അടിപൊളി ചാട്ടം. ഇതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയില്ല. അതിനെക്കാട്ടി ഇത് പക്ക നാച്ചുറലാണ്. മറ്റൊക്കെ നമ്മൾ ഇവിടുന്ന് വരുന്ന വെള്ളത്തിന് ഈ കാണുന്നത് നാച്ചുറലായിട്ടുള്ള ഭംഗി. ബാക്കി അവിടുന്ന് വരുന്നത് ഇവിടുന്ന് വരുന്ന വെള്ളത്തിനെ കെട്ടി വെച്ചിട്ട് നമ്മൾ പാറമേലേക്ക് കൊടുത്തിട്ടുള്ള ഒരു ഈ തീരയുണ്ട്. പക്ഷേ രസമുണ്ട് നല്ല. ഇത് വെള്ളം പോകാൻ ഇവിടെ കെട്ടി വെച്ചിട്ട് ഇവിടെ വേണ്ടത് ചെറിയൊരു ഇതിട്ടിട്ട് അങ്ങനെ പോകണം. അങ്ങനെ കുറച്ച് കൂടുതലുണ്ട്. ഏതായാലും അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും നല്ല രസമുണ്ട് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തെ. കുറേ ഡിബറ്റ് കൊടികൾ കാണാം. ഇവിടുന്ന് വെള്ളം വരുന്നില്ലേ അതിൻ്റെ മുകളിലേക്കൊക്കെ. അതെ നമ്പർ ഇട്ടിരിക്കുന്നത് 16 അതെങ്ങനെയാ പോയി എഴുതിണ്ടാവാ, ട്രക്കിങ് എങ്ങനെ ചെയ്യുന്നുണ്ടാവാ. എന്താ രസം, അടിപൊളി. വെള്ളത്തിൻ്റെ കളറ് നീല പച്ച ഒന്നും മനസ്സിലാവില്ല കേട്ടോ, നീലാണോ പച്ചയാണോ, ഒരു നീല കളറ് പച്ച കളർ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ രസം, പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞു കേട്ടോ. ഇവിടെ വന്നിട്ടുള്ള ഞാൻ ഒറ്റക്കുള്ള ഇപ്പോൾ മുന്നേ താഴേക്ക് പോയി ഒരു താഴെ ഞാൻ ഏറ്റവും മേലേക്ക് പോയി. എനിക്ക് കുറച്ചും കൂടി ഉള്ളൂ മേലേക്ക് പോകാൻ. ഞാൻ മേലെ പോകും. അടിപൊളി പ്രകൃതിക്ക് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് ഞാനൊക്കെ പറഞ്ഞത് ഇവിടെ രാത്രി സ്റ്റേ ചെയ്യണം. ടെൻ്റൊക്കെ ഇത് സ്റ്റേ ചെയ്തിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചെറിയ ഭക്ഷണങ്ങൾ ചായ കുടിച്ചാണ് ഒരു ടെൻ്റൊക്കെ ഇട്ടിട്ട് ഇരുന്നാണ്ടല്ലോ, അതിനൊരു വൈബ് വേറെ തന്നെ. ഓക്കെ, എന്ത് രസമാണ്. ചുറ്റും മല, ചുറ്റുമലകൾ, ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രം, വേറെ ആരും ഹോണിൻ്റെ സൗണ്ടില്ല, ഒരു വണ്ടീൻ്റെ സൗണ്ടില്ല, ഒരു ഹോൺ അടിക്കുന്ന സൗണ്ടില്ല, ഒരാളെ സൗണ്ടുകളില്ല. ഇതിന് മേലേക്ക് ഞാൻ പോകണോ ഇനി? ഞാൻ ഏറ്റവും ടോപ്പ് എന്ന് പറയാൻ കഴിയില്ല. ശരിക്കും ഇത് എന്താകുന്നുണ്ട്, മേലേക്ക് ഇങ്ങനെ വളഞ്ഞ് പോയിട്ട് ഇതൊന്ന് മേലെത്തുന്നുണ്ട്. അപ്പോൾ വണ്ടി താഴ്ത്തുള്ളത് പിന്നെ അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഞാൻ ഇനി ടോപ്പിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ മാക്സിമം ടോപ്പിലേക്ക് വന്ന് അല്ലേ, മാക്സിമം ടോപ്പിലേക്ക് വന്ന് ഇനി ഇവിടുന്ന് കുറച്ച് പോയാൽ അവിടെ കയറുന്നതാണ്. അപ്പോൾ ഇവിടെ നായിട്ട് ഞാൻ തയ്ക്കുന്നില്ല, ഞാൻ പോകുന്നില്ല. എന്തോ കായൊക്കെ ഉണ്ടെങ്കിലോ. പക്ഷേ ഇനി ഞാൻ ടോപ്പിലേക്ക് പോകണില്ല. ഇതുതന്നെ അടിപൊളി കാഴ്ച കാണുന്നുണ്ട്. ഇനി മേലേക്ക് പോയാൽ അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ചെറിയ വെള്ളം കാണാൻ പറ്റുള്ളൂ. അവിടെ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് നേരായിട്ട് വരുന്നുണ്ടല്ലേ ആ ചെറിയ അവിടെ നിന്നാണ് തുടക്കം. അതൊന്നും ആൾക്കാർ ഇവിടുന്ന് ഉണ്ടാക്കി തടയാനൊന്നുമല്ല കേട്ടോ. അത് ശരിക്കും ഒറിജിനലായിട്ട് വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. സ്റ്റെപ്പായിട്ട് അവിടെ നിന്നാണ് വരുന്നത്. ഇവിടെയൊക്കെ കുളിക്കാൻ നല്ല സൗകര്യ സ്ഥാനങ്ങൾ കേട്ടോ അല്ലേ. ഇവിടുന്ന് പാറകളിൽ ശരിക്കും ഇതൊക്കെ ഇതിൻ്റെ മേലെക്കൂടെയൊക്കെ വെള്ളം പോകണം. കാരണം വെച്ചാൽ നല്ല മഴയുള്ള സമയത്തൊക്കെ ഇതിൻ്റെ മേലെക്കൂടെയൊക്കെ പോയിട്ടുണ്ടാവണം. അതാണ് അതിൻ്റെ അടിയിളക്കങ്ങൾ അങ്ങനെ. അപ്പോൾ ഞാൻ താഴോട്ട് പോകണേ. ഇനി മേലേക്ക് ഇതാ അധികം ദൂരമില്ല, കുറച്ച് ദൂരമുള്ളൂ ഇവിടുന്ന് അല്ലേ. ഈ മരത്തിൻ്റെ മേലെ ആ പോയിന്റ്. ചിലപ്പോൾ അവിടുന്ന് അങ്ങോട്ട് റോഡിലേക്ക് കയറുന്നത് എന്താണെന്ന് അറിയില്ല. പോവുകയാണെങ്കിൽ എന്താണോ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇതിലിങ്ങനെ റൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ പോകണം. ഞാൻ ഇനി അങ്ങോട്ട് മേലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങിയെടുത്തുനിന്നാണ് ലാസ്റ്റ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു ബോർഡ് കണ്ടത്, വെൽക്കം ലാസ്റ്റ് പോയിന്റ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റ് ഇവിടെ തന്നെയാണ് സംഭവം. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് അത് വഴി മാത്രമാണ്. അവിടുന്ന് ചെറിയ നീറുകൾ മാത്രമേ ഉണ്ടാവാൻ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ തിരിക്കാൻ പോയ സ്ഥലം കറക്റ്റ് സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്നാണ് ലാസ്റ്റ് പോയിന്റ്. ഇവിടെ 30 രൂപ എന്തിനാണ് ഇന്ത്യയിൽ എഴുതി
ചായക്ക് 30 ഉറുപ്പിക എഴുതിയത് പീടിക തുറന്നിട്ടില്ലെന്ന് എന്താ പറയുക കുറവും കുറവും അതുകൊണ്ടായിരിക്കും പീടിക തുറന്നിട്ട് ഇതിന് ആൾക്കാർ തന്നെ താഴത്തുണ്ടാവാം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇത് ഇവിടുന്ന് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയാം. ഇവിടുന്ന് ലാസ്റ്റ് പോയിന്റ് എന്ന് മേലെ കയറമാണ് നമുക്കിത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയാം. ഈ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ലാസ്റ്റ് പോയിന്റ് നമുക്ക് താഴേക്ക് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്താ പറയുക ഇറങ്ങി കേട്ടാണ് വെള്ളച്ചാട്ടം. വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ടെന്നൊക്കെ താഴേക്ക് പോയിട്ട് ആ താഴെ നമ്മൾ ഫസ്റ്റ് കയറുന്നത് വരെ കണ്ടത്. വെള്ളത്തിൻ്റെ കളറാണ് എനിക്ക് ഭയങ്കര അത്ര അല്ലേ ക്ലിയർ. ഇങ്ങനത്തെ വരുന്ന വെള്ളം കുടിക്കാൻ പറ്റില്ല അല്ലേ? മലവെള്ളം ഇങ്ങനെ കുടിക്കാൻ പറ്റുന്ന വെള്ളമല്ല, അത്ര പ്യൂർ ആയിരിക്കില്ലേ വെള്ളത്തൊക്കെ. ഓൾ ഇന്ത്യ കാർ ലൈഫിൻ്റെ ഈ 9ാമത്തെ ദിവസവും നമ്മൾ 8ാമത്തെ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ ഇതെവിടെ സ്ഥലം? ഉത്തരാഖണ്ഡിലെ സ്ഥലമൊക്കെ മറന്നുപോയി സന്തോഷം കൊണ്ട്. ഡെറാഡൂണിലുള്ള ഈ വെള്ളച്ചാട്ടം, ഡെറാഡൂണിൽ നമ്മളൊരു എത്ര ഒരു 30 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ട് എവിടെയുള്ള ഈ പ്രകൃതിൻ്റെ ഭംഗി ഈ യാത്രയിൽ ഫസ്റ്റായിട്ട് അനുഭവിക്കുന്നത്. ഒരുപാട് നമ്മൾ ചരിത്രങ്ങൾ കണ്ട് എല്ലാം കണ്ട് ഇപ്പോൾ പ്രകൃതിൻ്റെ ഭംഗി ഇവിടെ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ പ്രകൃതിൻ്റെ ഭംഗിയാണ് കാണാൻ പോകുന്നത്. ഈ ഇനിയുള്ള വീഡിയോസ് എപ്പിസോഡ് കംപ്ലീറ്റ് പ്രകൃതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് പോകുന്നത്. ഇത് എന്താ പറയുക, ഇനിയിപ്പം അടുത്തത് നമ്മൾ നാളെ ഇന്നിപ്പം തിരിച്ച് ഞാൻ പോണ വയ്ക്കുന്ന വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം. ഇന്നും ഡെറാഡൂണിൽ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയ്ക്കായിരിക്കും സിംലയിലേക്ക് മണലിലേക്ക് യാത്ര ചെയ്യുക. മണലിലേക്ക് യാത്ര ചെയ്യുമ്പം അവിടെ ഇതേമാതിരി എനിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, അവർ ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് അവിടെ പോയിട്ട് അവിടെ എത്ര ദിവസം നിൽക്കണമെങ്കിൽ അവിടെ ചെന്നിട്ട് തീരുമാനിക്കുക. ഇവിടെ വന്നതിന് ശേഷം തീരുമാനിച്ചത് എത്ര ദിവസം നിൽക്കണം എന്നുള്ളത്. ഇപ്പം ഞാൻ ഇന്നലെ ഇന്ന് ഫുള്ള് നിന്നിട്ട് ഇന്ന് നൈറ്റും കൂടി നിന്നിട്ട് ഞാൻ നാളെ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ യാത്ര തുടരും. ഈ വെള്ളച്ചാട്ടം മാത്രമല്ല കേട്ടോ, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തിന് ഇത് സംബന്ധിച്ചിട്ട് ഒരുപാട് അഡ്വഞ്ചർ പരിപാടികളുണ്ട്. സ്കൈ ഡൈവിങ്, പിന്നെ അങ്ങനെ സ്കൈ റോപ്പ് പിന്നെ എന്തൊക്കെ കുട്ടികൾക്ക് പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്താൽ. നേരത്തെ വരുമ്പോൾ കണ്ട അതേമാതിരി തന്നെ അത് മറ്റേ ഇതുണ്ടല്ലേ കേബിള്. കേബിൾ കാറൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. കുറച്ച് ദൂരം ഇപ്പോൾ ക്യാമറയിൽ എത്ര കാണുന്നില്ല. ഇപ്പോൾ അതിലേക്ക് നടന്ന് പോകണം, വണ്ടി മേലെ വെച്ചത് കുറച്ച് അങ്ങോട്ട് പോകണം. അതിന് താഴേക്ക് ഇറങ്ങിയിട്ട് താഴ്ന്ന് മേലേക്ക് വരാനുള്ള മൂന്ന് ബോക്സാണുള്ളത്. 3 കേബിൾ കാർ ഇതുള്ളത്. അതിലും ശരിക്കും ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഉള്ള പരിപാടി ഇവിടെ ഉണ്ട്. ഈ കെംപ്റ്റി ഫോൾസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള ഇപ്പോൾ ടൂറിസ്റ്റിനൊക്കെ ഗൈഡിനൊക്കെ വന്നാൽ എത്ര സമയം ഒരു നിർത്തുന്നു പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഒരു 12-1 മണിക്കെങ്കിലും എന്താക്കണം വരണം. അപ്പോൾ എന്താവും അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിവിടുന്ന് ഇവിടെ അറിയില്ല മുന്നേ നമ്മളിവിടുന്ന് പോലെ. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ച് ഡെറാഡൂണിലേക്ക് പോവാണ്. അങ്ങനെ തിരിച്ച് പങ്കിച്ചിട്ട് അടുത്തിലെത്തി ഷോപ്പിൽ വാട്ടർഫോൾസൊക്കെ കണ്ട്. ഇപ്പം ഇന്നിവിടെ ആളുടെക്ക് നല്ല രാവിലെ ഇപ്പോൾ നമ്മളെത്തിയപ്പോൾ പിന്നെയും നമ്മളെ കൺഫ്യൂഷനുള്ള ഐഡിയ അവിടെ മാറി. ഹരിദ്വാറിലൊക്കെ ഒന്ന് പോവാം എന്നുള്ളൊരു ചിന്ത വന്നിന്. അപ്പോൾ നാളെ രാവിലെ ചിലപ്പോൾ അങ്ങനെ പോകാനാണ് ചാൻസ്. അതിനുശേഷം ഇനി മണലിലേക്ക് പോകുള്ളൂ. സിംലയിലേക്ക് പോയിട്ട് മണലിലേക്ക് പോകണമെങ്കിൽ ഒരു പക്ഷേ നാളെ രാവിലെ ഒന്നുകൂടി ചിന്തിച്ചിട്ട് ഇതാണ് എന്തൊക്കെയാണ് കുറച്ച് റൈസ് ഉണ്ട്, കുറച്ച് ചപ്പാത്തി, പിന്നെ ചപ്പാത്തി, റൈസ്, ചിക്കൻ കറി, സലാഡ്. ഇപ്പോൾ 3 പ്ലേറ്റിലും ഫുള്ളാക്കി തന്നെ കൊണ്ടുവന്നേനെ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി ഇവിടെ പോകുന്നതിന് ശേഷം നാളെ